നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ അഹിന്ദ റാലിയുമായി സിദ്ധരാമയ്യയുടെ അനുയായികൾ രംഗത്ത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി ഡി.കെ. ശിവകുമാറിനെ നിയമിക്കണമെന്ന് വിശ്വവെങ്കലഗിര മഹാസംസ്ഥാന മഠത്തിലെ ചന്ദ്രശേഖര സ്വാമിയുടെ ആവശ്യത്തിൽ കർണാടക രാഷ്ട്രീയം ചൂടുപിടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ അഹിന്ദ പ്രവർത്തകർ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഏതെങ്കിലും നീക്കത്തിന് തുടക്കമിട്ടാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചത്. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കു വേണ്ടി നിലകൊള്ളുന്ന അഹിന്ദ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാവാണ് സിദ്ധരാമയ്യ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സിദ്ധരാമയ്യ പരസ്യമായി രംഗത്ത് വരാറില്ല എങ്കിലും അദ്ദേഹത്തിന് ഇവരോടുള്ള അഭേദ്യമായ ബന്ധം പ്രസിദ്ധമാണ്. ചന്ദ്രശേഖർ സ്വാമിജിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് അഹിന്ദ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുല്ലിംഗ ദണ്ഡാമണി, ഞങ്ങൾ എപ്പോഴും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹത്തിന്റെ നട്ടെല്ലായി നിൽക്കുമെന്നും പറഞ്ഞു. അത്തരം പ്രസ്താവന നടത്തുന്നത് മതപരമായ തിരിച്ചടിയുണ്ടാക്കും. ദർശകൻ അത്തരം പ്രസ്താവനകൾ നടത്തരുത്. സ്വാമി എല്ലാവർക്കും ഉള്ളതാണ്, ഒരു പ്രത്യേക സമുദായത്തിൽ ഒതുങ്ങുന്നതല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ധരാമയ്യയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചാൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കില്ല എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ദണ്ഡാമണി പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ അഹിന്ദ നിർണായക പങ്ക് വഹിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അദ്ദേഹം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ചർച്ച ഉണ്ടായാൽ ഞങ്ങൾ അതിനെതിരെ ഓരോ ജില്ലയിലും താലൂക്കിലും പ്രതിഷേധിക്കുകയും അദ്ദേഹത്തോടൊപ്പം നട്ടെല്ലായി നിൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടകയിലെ മൊത്തം ജനസംഖ്യയുടെ 15% വരുന്ന വെക്കലിഗ സമുദായത്തിന്റെ സ്വാധീനമുള്ള നേതാവാണ് ഡി.കെ. ശിവകുമാർ. കുറുംബ സമുദായത്തിൽ നിന്നുള്ള OBC നേതാവാണ് സിദ്ധരാമയ്യ. ഓഗസ്റ്റിൽ സിദ്ധരാമയ്യയുടെ 77ാം ജന്മദിനം പ്രമാണിച്ച് അഹിന്ദയുടെ അനുയായികൾ റാലി നടത്താൻ സാധ്യതയുണ്ട് എന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.